ഹലോ ഹായ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണമായിട്ടാണ് വന്നേക്കുന്നത്. കാര്യമൊന്നുമില്ല, വെറും സിമ്പിളാണ്. ഒരു പുഡിങ് ഫ്രൂട്ട് സലാഡ്, അതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കസ്കസ് നമുക്ക് കുതുക്കാനായിട്ടിടാം. നമുക്ക് വെള്ളം ഒഴിച്ച് കുതുക്കാനായിട്ടിടാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടത് നമ്മുടെ കോൺഫ്ലവർ ആണ്. ഇതാണ്ട് കോൺഫ്ലവർ നമുക്ക് കുറച്ചെടുക്കാം. അതുകൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കാം. അപ്പം ഇതാണ്ടേ പാല്, ഇതൊരു 2 കപ്പ് പാലുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പാലെടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. കട്ട കെട്ടാതെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് ഞാൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പം ബാക്കിയുള്ള പാല് നമുക്കൊന്ന് കാച്ചാനായിട്ട് വെക്കാം. അപ്പം ആ പാല് വേവുന്ന സമയം കൊണ്ട് നമുക്കിതാണ്ട് ഇതൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. എൻ്റെ ശംഖുപുഷ്പം ഇന്ന് നമുക്കിവിടെ മിറ്റമെല്ലാം ഒന്ന് ചെത്താൻ നാളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശംഖുപുഷ്പമൊക്കെ ഏതാണ്ട് ഇങ്ങോട്ടൊന്ന് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറ്റാർവാഴയൊന്നും കിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒത്തിരി ചെടികളോ ഒന്നും നട്ടു വെക്കാനുള്ള പറ്റുന്നില്ല. പക്ഷേ ശംഖുപുഷ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്രയൊന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ചട്ടിയോട് എടുത്തുകൊണ്ട് പോകാം. നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം. അയ്യോ, തിളച്ചു പോയി. അപ്പം നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഐറ്റം തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ പാല് ഞാൻ ഒന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ ഇത് തിളച്ച പാലായതുകൊണ്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കലക്കി വെച്ചേക്കുന്ന നമ്മുടെ കോൺഫ്ലവർ നമുക്കിതിനകത്ത് കുറേശ്ശെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കണം. അപ്പം നമ്മുടെ പാലും കോൺഫ്ലവറും മാത്രമേ ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. നല്ല കുറുകി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഏലക്ക ചതച്ചത്, വാനില എസൻസ് ആയിരുന്നെങ്കിൽ നല്ല കുറച്ചുകൂടെ ടേസ്റ്റ് വന്നേനെ. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്ക ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. എനിക്ക് നല്ല പനിയാണ്. ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി. തൊണ്ടയ്ക്ക് വേദനയുണ്ട്, വിമ്മിഷ്ടമുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇന്നൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കിത് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്നതാണ്. എണീറ്റ് വന്ന് അവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പം നാളെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറുക്കി കഴിഞ്ഞാൽ അത് ഇരുന്നങ്ങ് കുറുകിപ്പോവും. അപ്പം നമുക്കിങ്ങനെ കുടിക്കാനുള്ളതല്ലേ. അപ്പം ഞാൻ ഇനി ഇതൊന്ന് ഓഫാക്കാൻ പോവാം. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഇപ്പം എൻ്റെ ഈ നല്ലൊരു മാങ്ങ പഴുത്തതുണ്ട്, ഒരാപ്പിളുണ്ട്, ഒരേത്തപ്പഴമുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എത്ര ഫ്രൂട്ട് ഉണ്ടോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പം ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മുടെ ഏത്തപ്പഴം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇനി നമുക്ക് മാമ്പഴം അരിയാം. കുറച്ച് കേടായിപ്പോയി മാമ്പഴം. അപ്പം അടുത്തത് ആപ്പിൾ എടുത്തു. ആപ്പിൾ ഞാനൊന്ന് തൊലി ചെത്തിക്കളയും, അല്ലെങ്കിൽ എൻ്റെ കൂക്കുമോൻ പിന്നെ അത് മൊത്തം എടുത്ത് കളയും. എങ്കിലും കൊടുത്ത് നോക്കണം. അപ്പം നമ്മുടെ ആപ്പിൾ കുട്ടന്മാരെ നമുക്കിതിനകത്തോട്ട് അരിഞ്ഞിടാം. അപ്പം ഞാൻ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ 3 ഫ്രൂട്ടും അരിഞ്ഞു വെച്ചു. ഇനി നമുക്കിത് ഇതിനകത്തോട്ടിടാം. എന്നിട്ട് ഇതാണ്ട് നമ്മുടെ ഇത് കുതിർത്ത് വെച്ച സാധനമില്ലേ, അത് നമുക്ക് മൊത്തത്തിൽ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കോൺഫ്ലവറും പാലും പഴങ്ങളും എല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ ഇതിന് പേര് എൻ്റെ മനുമോൻ ചോദിക്കുന്ന, അവനെ ഇപ്പം വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന, അവൻ ചോദിക്കും ഇത് എന്തോ മമ്മി സാധനം. ഞാൻ ഒരു പലഹാരം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് ഞാൻ മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ. അവർക്ക് തണുത്തിട്ട് മതി. ഞാനപ്പോൾ എനിക്ക് പനി ഉണ്ടായിട്ടുണ്ട്, ഒരു ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഹെൽത്തിയാണ്.
അപ്പോൾ കുറച്ച് ഫ്രൂട്ട് കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. തണുത്ത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പണി കിട്ടും കേട്ടോ. നല്ല തൊണ്ടയ്ക്ക് വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ എടുത്തത്. അമ്മമാർക്ക് ഇനി ഇത് ഞാൻ പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കും, തണുപ്പിച്ചിട്ട്. സൂപ്പർ ആട്ടോ. ചൂടോടെ കുടിക്കാനാണ് പക്ഷേ നല്ലത് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ചൂടോടെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ടാറ്റാ.